കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന നയത്തിനെതിരെ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡൽഹിയിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള തുക അതായത് സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധത്തിന് സിപിഎം കേരളത്തിലെ കോൺഗ്രസുമായി അഥവാ കേരളത്തിലെ പ്രതിപക്ഷമായ ഒരു ഐക്യത്തിനെല്ലാം തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ആ ഒരു ഐക്യപ്പെടലിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ആ പ്രതിഷേധത്തിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ട് UDF സ്വീകരിച്ച നിലപാടിൽ കോൺഗ്രസിന്റെ നിലപാടാണ് ഏറെ ശ്രദ്ധേയമായത്. കോൺഗ്രസ് വ്യക്തമായി പറഞ്ഞു, തങ്ങൾ ഈ ഒരു ഒരുമിച്ചുള്ള ഈ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് കോൺഗ്രസ് തീർത്തും പറഞ്ഞു. അതിനെ കോൺഗ്രസ് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചുമലിലാണ് എല്ലാ കടങ്ങളും വെച്ച്, അതായത് ഈ എല്ലാ ബാധ്യതകളും കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി വരാനുള്ള എല്ലാ കാരണങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ചുമലിൽ വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ആ ഒരു പ്രതിഷേധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ അഥവാ CPIMന്റെ അതേ ആശയധാര തന്നെയാണ് കോൺഗ്രസ് ഇനി പിന്തുടരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന സാമ്പത്തിക നയത്തിനെതിരെ CPIMന്റെ അതേ ആശയധാര തന്നെ പിൻപറ്റേണ്ട അവസ്ഥ കോൺഗ്രസിന് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും വലിയ രീതിയിൽ അതായത് BJP ഇതര സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് അവരെല്ലാം തന്നെ ക്ഷണിച്ചുകൊണ്ടാണ് വലിയൊരു രീതിയിലുള്ള പരിപാടി നടക്കാനിരിക്കുകയാണ് ഡൽഹിയിൽ. എന്നാൽ ഇതിനെല്ലാം തന്നെ മുന്നോടിയായിട്ട് വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. അതായത് കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ കൃത്യമായി CPMന്റെ അതേ പാത തന്നെ പിന്തുടരുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ സമരം പ്രഖ്യാപിച്ച കേരളത്തിന് പിന്നാലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും സമാന സമരത്തിലേക്ക് നീളുന്നു എന്ന് സാരം. എന്നാൽ കേരള സർക്കാർ ജന്തർ മന്ദറിൽ 8-ാം തീയതി സമരം നടത്താനിരിക്കെയാണ് അതിന്റെ തലേ ദിവസം കർണാടക സർക്കാർ സമരം ചെയ്യുന്നത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ എല്ലാ ഭരണകക്ഷി MLA മാരും സമരത്തിൽ അണിനിരക്കും. ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറാണ് ഇക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ 200-ൽ അധികം താലൂക്കുകൾ വരൾച്ചാ ബാധിതമായി പ്രഖ്യാപിച്ചിട്ടും കേന്ദ്രം അനങ്ങിയില്ല എന്ന് കുറ്റപ്പെടുത്തിയാണ് ഉപമുഖ്യമന്ത്രി സമരപ്രഖ്യാപനം നടത്തിയത്. കേന്ദ്ര ബജറ്റിൽ കർണാടകയ്ക്ക് വരൾച്ചാ ദുരിതാശ്വാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ നൽകാൻ ധനമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടതാണ്. BJP ഇതര സംസ്ഥാനങ്ങളെ കേന്ദ്രം പൂർണ്ണമായും തഴയുന്നുവെന്നും DK ശിവകുമാർ വിമർശിച്ചിരുന്നു. കേന്ദ്രത്തിനെതിരെ ദില്ലിയിൽ സമരം നടത്താൻ കേരളം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയും ജന്തർ മന്ദറിൽ 8-ാം തീയതിയാണ് സമരം നടത്താനിരിക്കുന്നത്. ഈ സമരത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാരെ CPIM ക്ഷണിച്ചിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം സമരത്തിൽ പങ്കെടുക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അതിന് ഇടെയാണ് സമാന സമരവുമായി കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും രംഗത്ത് വരുന്നത്. കുറെ നാളുകളായി കേരളം കേന്ദ്രത്തിനെതിരെ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചു തുടങ്ങിയിട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള സാമ്പത്തിക വിഹിതം വെട്ടിച്ചുരുക്കുന്നു എന്ന്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് കേരളത്തിലെ പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അതിനെതിരെയുള്ള സമരത്തിലേക്ക് കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കേരളം ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിൽ UDFന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഒരു സപ്പോർട്ട് ഉണ്ടാകും എന്ന് UDFലെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിലെ നേതാവായ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയതാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു, സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നത് കേരളമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് കേരള സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലോ അല്ലെങ്കിൽ ജനസേവകർ എന്ന നിലയിലോ എല്ലാം തന്നെ തങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് അതെന്ന്. അതായത് കേരളം കേന്ദ്രത്തിനെതിരെ ഇത്തരം ഒരു സമരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന് കേരളത്തിന്റെ കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട്. കേരളം ഇക്കാര്യങ്ങളെല്ലാം തന്നെ തങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ തങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ കൂടെ നിൽക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷ കേരള സർക്കാർ നൽകി എന്നുള്ളത് തന്നെയാണ് വാസ്തവം. എന്നാൽ കേരള സർക്കാർ ഇക്കാര്യം UDFുമായി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേന്ദ്രമല്ല, കേരളം തന്നെയാണ് ഇത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന് വരുത്തിവെച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം എന്ന് പറയുന്നത്. ഇതേ സാഹചര്യത്തിൽ ഇതേ നിലപാടായിരുന്നു കോൺഗ്രസ് വളരെ കുറച്ച് കാലങ്ങളായിട്ട് സ്വീകരിക്കുന്നത്. നിയമസഭയിലാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അഥവാ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന്റെ ഭാഗത്തു നിന്ന് പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ആരോപണങ്ങളും നിയമസഭയിൽ പോലും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് തന്നെ എന്ന് പറയുന്നത് അത് CPMന്റെ അതേ ആശയധാര പിന്തുടർന്നുകൊണ്ടാണ്. വളരെ കുറച്ച് കാലങ്ങളായിട്ടുണ്ട് DK ശിവകുമാർ ആണെങ്കിലും അല്ലെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ്സുകാരാണെങ്കിൽ പറയുന്നുണ്ട്, വ്യക്തമായിട്ട് കേന്ദ്രത്തിന് വേർതിരിവുണ്ട്. BJP സർക്കാർ അഥവാ BJP ഇതര സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാരിന്
വ്യക്തമായിട്ടുള്ള പക്ഷഭേദമുണ്ട് എന്ന് കർണാടക കൃത്യമായിട്ട് ആരോപിക്കുന്നുണ്ട്. ആ ആരോപണത്തിനുള്ള മറുപടിയായിട്ടാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇനി എന്ത് തന്നെയാണെങ്കിലും ഡൽഹിയിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസുകാർക്കുള്ള ചുട്ട മറുപടി തന്നെയാണ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ ഈ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ള ഇപ്പോൾ CPM ആരോപിക്കുന്ന അതേ ആരോപണത്തെ അംഗീകരിക്കുന്നത് തന്നെയാണ്. പലപ്പോഴായിട്ട് VD സതീശനാണെങ്കിലും എല്ലാവരും കുറച്ച് കാണുന്ന ഒരു വസ്തു തന്നെയാണ് കേരളത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന്. പക്ഷേ അത്തരം ആരോപണങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്നതാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഈ ആശയമാണ് ഇപ്പോൾ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടിനെ അപ്പാടെ തഴിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ് കർണാടകയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ CPMന്റെ അതേ പാത തന്നെയാണ് ഈ കർണാടകയിലെ സർക്കാരും അഥവാ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പിന്തുടരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത്തവണത്തെ ബജറ്റിൽ പോലും കേരളത്തെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. റെയിൽവേയിൽ പോലും കഴിഞ്ഞ ബജറ്റിലാണെങ്കിലും ഇത്തവണയാണെങ്കിൽ പോലും റെയിൽവേക്ക് വേണ്ടി വലിയ തോതിലുള്ള ഫണ്ടുകളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി ഒന്നും തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നില്ല. മാത്രമല്ല നിരന്തരമായിട്ട് കേരളത്തിനെ തഴയുന്നു എന്നുള്ളൊരു ആരോപണം കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ബജറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, മുൻപും പ്രധാനമന്ത്രിയാണെങ്കിലും ധനമന്ത്രിയാണെങ്കിലും കേരളം സന്ദർശിക്കുന്ന സമയത്താണെങ്കിലും പുതിയ പദ്ധതികൾ വാഗ്ദാനം നൽകുന്ന സാഹചര്യത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലാണെങ്കിലും എല്ലാം തന്നെ കേരളത്തോടുള്ള സമീപനം എന്ന് പറയുന്നത് അത് ഒരു അവഗണന തന്നെയാണ് എന്നുള്ളതാണ് കേരളം നിരന്തരമായിട്ട് ആരോപിക്കുന്നത്. മോദി ആദ്യം തൃശ്ശൂർ സന്ദർശിച്ച സമയത്ത് പോലും മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷെ അതിൽ കേരളത്തിന് അനുകൂലമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള പദ്ധതികളും നൽകിയിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ ലക്ഷദ്വീപിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിലും എല്ലാം തന്നെ മോദിയുടെ സന്ദർശനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരുടെ വ്യവസായ മേഖലയെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യവസായ മേഖലയ്ക്കാണെങ്കിലും മറ്റ് അവർക്ക് ധനപരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നേട്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പദ്ധതികളോ അല്ലെങ്കിൽ ആശയങ്ങളോ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നോ വരുന്നുണ്ട് എന്നുള്ളതെല്ലാം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരള സർക്കാർ ആരോപിക്കുന്നത്. ഇതേ സാഹചര്യം കേരള സർക്കാർ പറഞ്ഞപ്പോഴും കേരളീയം എന്നൊരു പദ്ധതിയും നവകേരള സദസ് എന്ന പദ്ധതിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളം ഇപ്പറഞ്ഞിരുന്ന വാദഗതികളെ എല്ലാം തന്നെ കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ്, കേരളത്തിലെ പ്രതിപക്ഷത്തിലെ പ്രധാന ഘടകമായ കോൺഗ്രസ് എപ്പോഴും വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് കേരളം പറഞ്ഞതെല്ലാം തന്നെ വസ്തുതയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ CPMന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഇനിയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കേന്ദ്രത്തിനെതിരെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. കാരണം BJP ഇതര സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് BJPയുടെ തന്നെ അഥവാ കേന്ദ്രത്തിന്റെ അജണ്ടയാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതേ സാഹചര്യത്തിൽ വീണ്ടും എന്ത് തന്നെയാണെങ്കിലും കേരളം സമരം നടത്താൻ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഇതേ സാഹചര്യത്തിൽ കർണാടകയിൽ നിന്നും പ്രതിഷേധം വരുന്നു. സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ബജറ്റ് പോലും കഴിഞ്ഞിരിക്കുകയാണ്. ബജറ്റ് ഒട്ടും ജനപ്രിയ ബജറ്റ് ആയിരുന്നില്ല എന്നുള്ള ആക്ഷേപങ്ങൾ നിൽക്കുന്ന സാഹചര്യമാണ്. ഇതേ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കനക്കാൻ പോകുന്നത്.